the previous questions from rotation. Okay. അപ്പോൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ എന്നുള്ള പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ഈസ്. മാസിന് അനലോഗായിട്ട് വരുന്ന റൊട്ടേഷനിലെ ക്വാണ്ടിറ്റി ഏതാ? എല്ലാ റൊട്ടേഷൻ അനലോഗായിട്ടുള്ള ക്വാണ്ടിറ്റീസ് നമ്മൾ പഠിച്ചു വെക്കണം. ഫോഴ്സിന് അനലോഗായിട്ട് റൊട്ടേഷനിൽ വരുന്ന ആരാ? ടോർക്കാണ്. ലീനിയർ മൊമെന്റം പിക്ക് പകരം ആംഗുലാർ മൊമെന്റം എല്ലാം അല്ലേ? ലീനിയർ വെലോസിറ്റിക്ക് വിക്ക് പകരം ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണ്. ലീനിയർ ആക്സലറേഷൻ എക്ക് പകരം ആംഗുലാർ ആക്സലറേഷൻ ആൽഫയാണ്. അതേപോലെ മാസിന് പകരം വരുന്ന ക്വാണ്ടിറ്റി, മാസിന് അനലോഗായിട്ടുള്ള ക്വാണ്ടിറ്റി ഏതാ? മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ലേ? കാരണം ഇനേഷ്യ മെഷർ ചെയ്യുന്ന മാസിലാണ്. നമ്മളെ റൊട്ടേഷനിലെ ഇനേഷ്യ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. അപ്പോൾ ഐ ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. നെക്സ്റ്റ്, ദി മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ തിൻ റോഡ് ഓഫ് മാസ് m ആൻഡ് ലെങ്ത് l about an axis perpendicular to the road is EML square by 12. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? EML square by 12 ആണ് ഒരു റോഡിന്റെ സെന്ററിലൂടെ ആക്സിസ് വരച്ച മൊമെന്റ് ഓഫ് ഇനേഷ്യ. റോഡിന്റെ പഠിച്ചതാണ്. Find the moment of inertia of the road about an axis perpendicular to it and passing through one end. Okay. നമുക്ക് നോക്കാം. തിയറം ഉപയോഗിക്കുന്നല്ലോ. അപ്പൊ ഇതാണ് ഇതിൽ ഈ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് തന്നിരിക്കുന്നത് EML square by 12. ഇത് നമുക്ക് ICM എന്ന് കൊടുക്കാം. സെന്റർ ഓഫ് മാസിലൂടെ പോകുന്നത്. നമുക്കൊരു എൻഡിലാണ് കിട്ടേണ്ടത്. ഈ എൻഡിൽ അല്ല, എബൌട്ട് AB കാണാം. ഓക്കെ, എബൌട്ട് AB. ഇവിടെ നിങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? L/2 ആയിരിക്കും. അപ്പോ ഏത് തിയറം യൂസ് ചെയ്യാം? പാരലൽ ആക്സിസ് തിയറം അല്ല. അക്കോർഡിംഗ് ടു ഇങ്ങനെ സ്റ്റെപ്പ് എഴുതണം. അക്കോർഡിംഗ് ടു പാരലൽ ആക്സിസ് തിയറം IAB is equal to കണ്ടുപിടിക്കേണ്ടത് ICM plus MA square. ഇതാണല്ലോ പാരലൽ ആക്സിസ് തിയറം. ICM നമുക്ക് തന്നിരിക്കുന്നതാണ് ML square by 12 പ്ലസ് MA സ്ക്വയർ എത്രയാണ്? L/2 ഹോൾ സ്ക്വയർ ചെയ്യാം. അപ്പൊ കിട്ടും ML സ്ക്വയർ ബൈ 12 പ്ലസ് ML സ്ക്വയർ ബൈ 4 L/2 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ML സ്ക്വയർ ബൈ 3 അല്ലേ? ബൈ 4 ആണ്, 3 കൊണ്ട് ഗുണിക്കാം. അപ്പൊ എന്താ? 3ML സ്ക്വയർ ബൈ 12. ഓക്കെ, 3ML സ്ക്വയർ ബൈ 12 പ്ലസ് ML സ്ക്വയർ ബൈ 12 എത്ര വരും? 4ML സ്ക്വയർ ബൈ 12. 4ML സ്ക്വയർ ബൈ 12 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ML സ്ക്വയർ ബൈ 3 കിട്ടും. അപ്പൊ ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഒരു റോഡിന്റെ എൻഡിലെ ആക്സിസ് എബൌട്ട് ആൻ ആക്സിസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ML സ്ക്വയർ ബൈ 3 ആയിരിക്കും. സെന്ററിൽ ML സ്ക്വയർ ബൈ 12 ആയിരിക്കും. അതവിടെ പഠിച്ചു വെച്ചോളാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇംപ്രൂവ്മെന്റ് 2019 ചോദിച്ച ഒരു പ്രോബ്ലം ആണ്. എ സോളിഡ് സിലിണ്ടർ ഓഫ് മാസ് 20 kilogram rotates about its axis with an angular speed omega 100 radian per second. The radius of the cylinder 0.25 meter. What is the kinetic energy associated with the rotation of the cylinder? Kinetic energy, rotate ചെയ്യുന്ന kinetic energy. What is the magnitude of the angular momentum of the cylinder? Angular momentum അതിന്റെ magnitude ഇതാ കാണുന്നത്. Kinetic energy എന്ന് പറഞ്ഞാൽ എന്താ? റൊട്ടേഷന്റെ kinetic energy half I omega square അല്ലേ? half mb square പകരം half I omega square. പിന്നെ magnitude of angular momentum ചോദിച്ചിട്ടുണ്ട്. angular momentum എന്താ? L is equal to I omega. രണ്ടിലും ഈ I omega വേണ്ടത്. omega തന്നിട്ടുണ്ട്. ഓക്കെ, ഒമേഗ തന്നിട്ടുണ്ട്. നമുക്ക് I കിട്ടണം ഹാഫ് ഇൻറ്റു പിന്നെ എന്ത് ടൈപ്പാണ്? സോളിഡ് സിലിണ്ടർ ആണ്. അപ്പൊ MR²/2 ആണ് I കിട്ടുക അല്ലേ? MR²/2. M തന്നിട്ടുണ്ട് 20 kilogram.
എം തന്നിട്ടുണ്ട് 20 കിലോഗ്രാം, ആർ തന്നിട്ടുണ്ട് 0.25 മീറ്റർ. അപ്പൊ അത് കിട്ടി. ഒമേഗ തന്നിട്ടുണ്ട്, എത്ര ഒമേഗ 100 റേഡിയൻ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈനറ്റിക് എനർജി കിട്ടും, ഇത്ര ജൂൾ എന്ന് കിട്ടും. അത് ചെയ്യാം. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ആംഗുലാർ മൊമെന്റം? ആംഗുലാർ മൊമെന്റം L is equal to I omega. ഈ I കണ്ടുപിടിക്കാം, mr²/2, എന്നിട്ട് ഒമേഗ കൊണ്ട് ഗുണിക്കാം. വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്, ഗുണിച്ചെഴുതിക്കാനാ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്, a solid sphere rolls down an inclined plane of vertical height h without slipping. Question A, if m is the mass and r is the radius of the sphere, comma, write an equation for the moment of inertia of the above sphere about a diameter. Question B, prove that the velocity with which the sphere reaches the bottom of the plane is 1.2 root gh. Question C, if instead of sphere another object of the same mass and radius with a different shape is used in the above experiment, will it reaches the bottom with the same or different velocity? Okay, ഇതാണ് ചോദ്യം. അപ്പോൾ നോക്ക്, സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്, ഈ സോളിഡ് സ്ഫിയർ റോൾസ് ഡൗൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ മേലെ നിന്ന് ഒരു സോളിഡ് സ്ഫിയർ ഇങ്ങനെ താഴേക്ക് വരികയാണ്. ആദ്യം സ്റ്റാർട്ടിങ് 0 ആണ്, വിത്ത് വെർട്ടിക്കൽ ഹൈറ്റ് h, ഇത്രയും h ഹൈറ്റ്, വിത്തൗട്ട് സ്ലിപ്പിംഗ്, റോളിംഗ് മോഷൻ ആണ്. റോളിംഗ് മോഷൻ നിങ്ങൾ പഠിച്ചു, അതിന്റെ എനർജി ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ല. If m is the capital M is the mass and r is the radius, write equation for moment of inertia of a solid sphere about a diameter. ഡയമീറ്ററിലെ പഠിക്കണ്ടോ, ബാക്കി നിങ്ങൾക്ക് തിയറി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സോളിഡ് സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ, സോളിഡ് സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ I എന്ന് പറയുന്നത് 2/5 mr² ആണ്. പഠിച്ചു വെക്കാം. About a diameter. Solid sphere in the moment of inertia about diameter. അതേസമയം ഹോളോ സ്ഫിയർ ആണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുതലാണ്, 2/3 mr² ആണ്. About a diameter. About a diameter. അതിന്റെ സെൻട്രലിലൂടെ ആക്സ് പോയാലും ഡയമീറ്റർ ആണല്ലോ സ്ഫിയർ ആവുമ്പോൾ. ഓക്കെ, അപ്പൊ സോളിഡ് സ്ഫിയറിൽ 2/5 mr², ഹോളോ സ്ഫിയറിൽ 2/3 mr². ഇത് രണ്ടും പഠിച്ചു നോക്കാം. Prove that the velocity with which the sphere reaches the bottom of the plane is 1.2 root gh. ഇതാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ഇങ്ങനെയുള്ള ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ h ഹൈറ്റിലാണുള്ളത്. അതിന്റെ മുകളിൽ നിന്നും നമ്മുടെ സ്ഫിയർ ഉരുണ്ട് വരികയാണ്. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണ്. അത് ഇവിടെ എത്തുന്ന സമയത്ത്, ബോട്ടത്തിൽ എത്തുന്ന സമയത്തുള്ള വെലോസിറ്റി ആണ് നമുക്ക് ഇതാണെന്ന് പ്രൂവ് ചെയ്യുന്നത്. അതിങ്ങനെ വരുന്ന സമയത്ത് അത് അവിടെ നിൽക്കുമ്പോൾ അതിനെ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പഠിച്ചിട്ടുണ്ട് അല്ലേ. അവിടെ നിൽക്കുമ്പോഴുള്ള മെക്കാനിക്കൽ എനർജിയാണ് ആക്ച്വലി അത് താഴെ എത്തുമ്പോഴുള്ള കൈനറ്റിക് എനർജി. താഴെ സ്റ്റോപ്പ് ചെയ്യുന്ന തൊട്ട് മുമ്പുള്ള കൈനറ്റിക് എനർജി എന്തിന് ഈക്വൽ ആയിരിക്കും? അത് അവിടെ നിൽക്കുന്ന സമയത്ത് ഉള്ള പൊട്ടൻഷ്യൽ എനർജി. അവിടെ നിൽക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരുന്നതോറും പൊട്ടൻഷ്യൽ എനർജി കുറയും, കൈനറ്റിക് എനർജി കൂടിക്കൊണ്ടിരിക്കും. ഇവിടെ എത്തുന്ന സമയത്ത് കൈനറ്റിക് എനർജി മാക്സിമം ആകും, പൊട്ടൻഷ്യൽ എനർജി 0 ആകും, കാരണം h 0 ആകും അല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് റോളിംഗ് മോഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ കൈനറ്റിക് എനർജി ഓഫ് റോളിംഗ് മോഷൻ? Yes, half mv² into 1 plus k² r². അല്ലേ, ഹാഫ് mv² into 1 plus k² r² ആണ് റോളിംഗ് മോഷന്റെ കൈനറ്റിക് എനർജി.
ഓക്കെ, ഇവിടെ താഴെ എത്തുന്ന സമയത്തുള്ള വെലോസിറ്റിയാണ് ഈ v എന്ന് പറയുന്നത്. അപ്പൊ താഴെ എത്തുമ്പോഴുള്ള കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മുകളിൽ നിൽക്കുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ. എന്ന് പറഞ്ഞാൽ mgh ഈക്വൽ ടു നമുക്ക് ഇത് എഴുതാം ഹാഫ് mv² ഇൻറ്റു 1 പ്ലസ് k² ബൈ r². ഇത് വെച്ച് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കാം. ഇതിനെ നിങ്ങളൊന്ന് സോൾവ് ചെയ്താൽ മതി. എം രണ്ട് സൈഡിൽ നിന്നും കട്ടായി പോകും. gh ഈക്വൽ ടു ഇങ്ങനെ കിട്ടും. നിങ്ങൾക്ക് വെലോസിറ്റി കിട്ടണം, v² കിട്ടാൻ എന്ത് ചെയ്താൽ മതി? v² ഈക്വൽ ടു 2 ഇങ്ങോട്ട് എടുക്കുമ്പോൾ 2gh അവിടെ വരും അല്ല. v² ഈക്വൽ ടു 2gh, എം കട്ടായി പോകും 2gh. ഇനി ഈ ടേം ഉണ്ട്, ഈ ടേം ഇങ്ങോട്ട് വരുമ്പം ഡിവൈഡഡ് ബൈ വരാം അല്ല, അല്ലെങ്കിൽ 1 ബൈ എന്ത് വരും? 1 പ്ലസ് k² ബൈ r². ഓക്കെ, ഇങ്ങനെ വരും. v ഈക്വൽ ടു നമുക്ക് എങ്ങനെ ഇടാം? ഇതിന് റൂട്ടിൽ ഇടാം. റൂട്ട് ഓഫ് √2gh ബൈ 1 പ്ലസ് k² ബൈ r². ഇതിൽ k എന്താണ് എന്ന് മാത്രം നമുക്ക് കിട്ടുന്നുള്ളൂ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ I is equal to mk² ആണ് ജനറൽ ഇക്വേഷൻ. നമ്മുടെ സോളിഡ് സ്ഫിയറിലെ I is equal to 2/5 mr² ആണ്. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്താൽ k² എന്ന് പറയുന്നത് നമുക്ക് കിട്ടും 2/5 r² ആണ് അല്ലേ. മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ k² ആണ്, k റേഡിയസ് ഓഫ് ഗൈറേഷൻ. നമ്മുടെ സോളിഡ് സ്ഫിയറിലെ 2/5 mr² ആണ് കിട്ടും. അപ്പൊ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്താൽ നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷന്റെ സ്ക്വയർ k² കിട്ടും, 2/5 r². അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh ബൈ 1 പ്ലസ് 2/5 r² ബൈ r². r² കിട്ടാം 2/5, 2/5 പ്ലസ് 1 എന്താ പറയാ? 2/5 പ്ലസ് 1 എന്ന് പറഞ്ഞാല് 5/5, 1 എന്ന് പറഞ്ഞാല് ഇപ്പൊ 5 പ്ലസ് 2 7, 7/5, 7/5 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഈ 5 മേലെ വരും. അപ്പൊ എന്ത് വരും? 10/7gh. ഈ റൂട്ട് 10/7 ആണ് 1.2 നമുക്ക് തന്നിരിക്കുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു 1.2 റൂട്ട് gh. ഇതാണ് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കി നോക്കുക. v is equal to 1.2 റൂട്ട് gh. അതാ prove that the velocity with which the sphere reaches the bottom of the plane is 1.2 root gh. കണ്ടോ? ചെയ്യാൻ കാണാതെ പഠിക്കൊന്നും വേണ്ട. മുകളിൽ നിൽക്കുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി mgh ഈക്വൽ ആയിരിക്കും താഴെ എത്തുമ്പോഴുള്ള കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഓഫ് റോളിംഗ് മോഷന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷനിലേക്ക് mgh ഇക്വേറ്റ് ചെയ്തിട്ട് അതിൽ v² ഇക്വേഷൻ ചെയ്താൽ അതിന്റെ റൂട്ട് എടുത്ത് v ഇക്വേഷൻ ചെയ്താൽ അതിൽ k റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓരോ മെറ്റീരിയലിനും ഡിഫറെന്റ് ആയിരിക്കും. അത് നിങ്ങൾ കണ്ടുപിടിച്ച് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. Okay. Sphere, another object of the same mass and radius with a different shape is used in the above experiment. Will it reach the bottom with the same or different velocity? That's the answer. നമ്മൾ ഈ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ വേറെ ഷേപ്പ് എടുത്തു കഴിഞ്ഞാൽ I is equal to mk², I is equal to moment of inertial equation different ആയിരിക്കും. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ മാറും. മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാറിക്കാൻ എന്ന് മാറും റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ മാറിക്കാണെങ്കിൽ ഈ ടേം മാറും. അപ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂ 1.2 ആയിരിക്കില്ല, അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് വെലോസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. Next question. Match the following. Torque. ഇവിടെ ടോർക്ക് കാണുക. Yes, R cross F
അല്ല ടോർക്ക് ഏതാ ആർ ക്രോസ് എഫ്, ഇതാണ് ടോർക്ക്. അടുത്ത ആംഗുലാർ മൊമെന്റം എൽ. ആംഗുലാർ മൊമെന്റം ഇതിലേതാ? യെസ്, പെർപെൻഡിക്കുലർ ടു ആർ ആൻഡ് പി. ആംഗുലാർ മൊമെന്റം എൽ എന്താ? ആറിനും പിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് കിട്ടി. അടുത്ത റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എഫ് അല്ല, ഇതാ സിഗ്മ ടോ ഈക്വൽ ടു 0. സിഗ്മ ടോ ഈക്വൽ ടു 0. നെറ്റ് എക്സ്റ്റേണൽ ടോർക്ക് 0 ആണ്. അതാണ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. ലീനിയർ വെലോസിറ്റി v. ലീനിയർ വെലോസിറ്റി v is equal to r cross r omega, that is omega cross r. ഓക്കെ, ഇത് മാച്ച് ചെയ്യാൻ പഠിക്കാം. Next, a solid sphere of mass m and radius r starts from rest and roll down along an inclined plane of height h without slipping. Calculate the kinetic energy of the sphere when it reaches the ground. Kinetic energy when it reaches the ground എത്രയാണ്? ഓക്കെ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. എന്താ kinetic energy? Kinetic energy equal to half mv² into 1 plus k² by r². ഓക്കെ, അവിടെ k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. k എന്തായിട്ടാ? മൊമെന്റ് ഓഫ് ഇനേഷ്യ I is equal to em k². സോളിഡ് സ്ഫിയർ ആണ്, അപ്പൊ I is equal to 2/5 m r². ഇത് കൂടി കമ്പയർ ചെയ്തിട്ട് k² കിട്ടും. ഓക്കെ, 2/5 r² കിട്ടും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈനറ്റിക് എനർജി കിട്ടും. ഫൈൻഡ് ദ വെലോസിറ്റി വെൻ ഇറ്റ് റീച്ചസ് ദി ബേസ്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതാണ്. ഇതിന് എന്തിന് ഈക്വേറ്റ് ചെയ്യാം? ഈ കിട്ടിയിരിക്കുന്നതിന് ഈക്വൽ ടു mgh എന്ന് ഈക്വേറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ വെലോസിറ്റി v കണ്ടുപിടിക്കുക. ഇപ്പോൾ കിട്ടിയതാണ് 1.2 റൂട്ട് gh. ഓൾറെഡി ചെയ്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, എ ഗേൾ റൊട്ടേറ്റ്സ് ഓൺ എ സ്വിൽ ചെയർ ആസ് ഷോൺ ബിലോ. കറങ്ങുന്ന ചെയറിൽ ഒരു പെൺകുട്ടി എന്ത് ചെയ്യാം? റൊട്ടേറ്റ് ചെയ്യാണ്. What happens to her angular speed when she stretches arms? കൈ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്താൽ അവരുടെ സ്പീഡിൽ എന്ത് സംഭവിക്കും? ആംഗുലാർ സ്പീഡിൽ എന്താ സംഭവിക്കുക? സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ആണ് L ഈക്വൽ ടു I ഒമേഗ കോൺസ്റ്റന്റ് ആണ്. കൈ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ I മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടും. മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടിക്കഴിഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗ കുറയും, സ്പീഡ് കുറയും. Name and state the conservation law applied for your justification. ഏതാണ് law of conservation of angular momentum? Name and state എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? law of conservation of angular momentum. If no external torque acting on a system of particles, then the total angular momentum of the system remains conserved. ഓക്കെ, അപ്പൊ അതവിടെ സ്റ്റേറ്റ് ചെയ്യാം. എന്നിട്ട് L ഈക്വൽ ടു I ഒമേഗ എന്ന് എഴുതിയിട്ട് കാണിച്ചു കൊടുക്കാം. L കോൺസ്റ്റന്റ് ആണ്, എക്സ്റ്റേണൽ ടോർക്ക് വരുന്നില്ല. ആ പെൺകുട്ടി അവിടെ കൈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ ടോർക്ക് വരുന്നില്ല. കൈ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് മൊമെന്റ് ഓഫ് ഇനേഷ്യ അവിടെ കൂടാണ്, കാരണം മാസ് ഡിസ്ട്രിബ്യൂഷൻ ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഒമേഗ എന്ത് ചെയ്യും? കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, സ്റ്റേറ്റ് ദ തിയറം ഓഫ് പാരലൽ ആക്സിസ് ഓൺ മൊമെന്റ് ഓഫ് ഇനേഷ്യ. പാരലാക്സ് തിയറം എന്താ? തിയറം പാരലാക്സ് തിയറം പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് any body about an axis parallel about an axis കിട്ടണമെങ്കിൽ ഇതിന്റെ സെന്റർ ഓഫ് മാസിലൂടെ ഒരു ആക്സിസ് എടുക്കണം. ICM-ലൂടെ ICM സെന്റർ ഓഫ് മാസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ, ഇതാണ് ICM സെന്റർ ഓഫ് മാസ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് a ആണെന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ICM പ്ലസ് ma² ആയിരിക്കും. ഇതാണ് പാരലാക്സ് തിയറം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാം. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ബോഡി അബൌട്ട് എനി ആക്സിസ് is equal to sum of moments of inertia about an axis passing through its center and the product of mass and the square of the distance between the axes. I equal to ICM plus ma². ഇതാണ് പാരലാക്സിസ് തിയറം. നന്നായിട്ട് പഠിച്ചിട്ട് എഴുതാം. A ring of mass 10 meter
a ring of mass m and radius r rolls over a horizontal surface. Okay, find the moment of inertia of the ring about its diameter. Diameter കണ്ടുപിടിക്കാം ചെയ്യാം. In the case of this ring, show that both the translation and the rotational kinetic energy have the same value. Prove ചെയ്യണം. That in translatory motion, angular momentum dash is always 0, is always greater than 1, may be present, is always infinite. Okay. Next question, okay. The demonstration of conservation of angular momentum is schematically shown in figure. Conservation of angular momentum നമ്മൾ നേരത്തെ പറഞ്ഞു. If no external torque acting on a system, then the total angular momentum of the system remains conserved. That is, L is equal to I omega constant ആയിരിക്കും if no external torque external 0 ആണെങ്കിൽ. Identify the figure which has more angular velocity. ഈ ഫിഗറിൽ ആർക്കാണ് ആംഗുലാർ വെലോസിറ്റി കൂടുതൽ? ഒരു കുട്ടി ഡാൻസ് ചെയ്യാണ്, ഒരാൾ സ്ട്രെച്ച് ചെയ്തിരിക്കുന്നു, ഒരാൾ ഫോൾഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഈ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഒമേഗ ഐ എന്ത് ചെയ്യും? മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടും. മാസ് ഡിസ്ട്രിബ്യൂഷൻ മാറാം, അപ്പം ഐ കൂടും. ഐ കൂടിക്കഴിഞ്ഞാൽ ഒമേഗ എന്ത് ചെയ്യും? കുറയും. ഇത്രയേ ഉള്ളൂ. എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഐ ചേഞ്ച് ചെയ്യുമ്പോൾ ഒമേഗ ചേഞ്ച് ചെയ്യും. ഐ കൂടുകയാണെങ്കിൽ ഒമേഗ കുറയണം. ഐ കുറയാണെങ്കിൽ ഒമേഗ കൂടണം. അത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഐ കുറയുന്നു, ഒമേഗ കൂടും. ഇവിടെ ഐ കൂടുന്നു, ഒമേഗ കുറയും. അപ്പൊ ഐഡന്റിഫൈ ദ ഫിഗർ വിച്ച് ഹാസ് മോർ ആംഗുലാർ വെലോസിറ്റി. എവിടെയാ? ഐ കുറഞ്ഞ എവിടുത്തെ ആയിരിക്കും? ഒമേഗ കൂടുതൽ. അപ്പൊ ഇവിടെ ഫിഗർ 2-ലായിരിക്കും. ഓക്കെ, ഫിഗർ 2-ലായിരിക്കും കൂടുതൽ വെലോസിറ്റി, കൂടുതൽ സ്പീഡ് കറങ്ങുന്നത് 2 ആയിരിക്കും. അടുത്ത, the angular momentum of a particle is the rotational analog of its linear momentum. The equation connecting angular momentum and linear momentum ഏതാ? L is equal to P cross R. P യും R ഒക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെയല്ല. ഏതാ? L is equal to R cross P. നമ്മൾ പഠിച്ചിട്ടുണ്ട്. L is equal to R cross P. ക്രോസ് പ്രൊഡക്റ്റ് ആണ്. P ക്രോസ് R എന്ന് എഴുതിയാൽ കമ്മ്യൂട്ടേറ്റീവ് അല്ല. A cross P നോട്ട് ഈക്വൽ ടു B cross A. A cross B ഈക്വൽ ടു മൈനസ് ഓഫ് B cross A ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതണം. L is equal to R cross P. RP sin theta into L cap. മാഗ്നിറ്റ്യൂഡ് RP sin theta വെക്ടർ ഫോമിൽ R cross P ആണ്. ഓക്കെ, starting from the equation connecting angular momentum and linear momentum, deduce the relation between torque and angular momentum. ഇപ്പം നമ്മൾ ചെയ്തതാണ്, ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഒന്നും കൂടി ഞാൻ ചെയ്തു തരാം. നമുക്ക് സ്റ്റാർട്ടിങ് ഫ്രം റിലേഷൻ കണക്ടിങ് ആംഗുലാർ മൊമെന്റം ആൻഡ് ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞാൽ L is equal to R cross P നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ടോർക്കും ആംഗുലാർ മൊമെന്റം എന്നുള്ള റിലേഷൻ കൊണ്ടുവരണം. dL/dt രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യാം is equal to d/dt of R cross P ചെയ്യാം. d/dt of R cross P ചെയ്യാം. ഓക്കെ, ഏത് റൂള്? പ്രോഡക്റ്റ് റൂള് യൂസ് ചെയ്യാം. പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടാം? dL/dt is equal to d, ആദ്യം R അവിടെ എഴുതാം. ഓക്കെ, R cross dp/dt plus dr/dt cross P. പ്രോഡക്റ്റ് റൂൾ is equal to R cross dp/dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, ഫോഴ്സ് ആണ്, പ്ലസ് dr/dt എന്ന് പറഞ്ഞാൽ എന്താ? dr/dt എന്ന് പറഞ്ഞാൽ വെലോസിറ്റി v. p നെ നമുക്ക് mv എന്നും എഴുതാം. is equal to R cross F എന്ന് പറഞ്ഞാൽ ടോർക്ക് ആണ്, ടോർക്ക് പ്ലസ് V cross M into V. M സ്കാലാർ ആണ്. V cross V 0 ആണ്, കാരണം ഒരേ വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് എന്തായിരിക്കും? V cross V equal to 0 ആയതുകൊണ്ട് V cross MV, M നമുക്ക് പുറത്തേക്ക് എടുക്കാം. M into V cross V equal to 0 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
ഓക്കെ, അപ്പൊ ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു എന്ത് കിട്ടും? ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ടോർക്ക്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം ഈക്വൽ ടു ടോർക്ക് എക്സ്റ്റേണൽ. ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ടോർക്ക് എക്സ്റ്റേണൽ. ഏതുപോലെ? ഡി പി ബൈ ഡി ടി ഈക്വൽ ടു എഫ് എക്സ്റ്റേണൽ എന്ന് എഴുതുന്നത് പോലെ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് moment of inertia in rotational motion is analogous to mass in linear motion. ആണല്ലോ. The moment of inertia of circular disk about an axis perpendicular to the plane at its center is given by. ഒരു സർക്കുലർ ഡിസ്കിന്റെ സെന്ററിലൂടെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ അതിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ട്, ഡെറിവേഷൻ ഡിറൈവ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. എന്താ കിട്ടിയ? mr²/2. ഓക്കെ, ഒരു സർക്കിൾ ആണെങ്കിൽ mr², റിംഗ് ആണെങ്കിൽ mr², ഡിസ്ക് ആണെങ്കിൽ mr²/2 ആണ് പെർപെൻഡിക്കുലർ ആക്സിസിൽ കിട്ടുന്നത്. State a perpendicular axis theorem and by using the theorem deduce the moment of inertia of circular disk about an axis passing through its diameter. Perpendicular axis theorem പറയാം ആദ്യം. എന്താ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം? പാരലൽ ആക്സിസ് തിയറം നേരത്തെ പറഞ്ഞു. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത് നമുക്കൊരു പ്ലെയിൻ ലാമിനയുണ്ട്, അതില് ഇതിന്റെ അകത്തുള്ള രണ്ട് പെർപെൻഡിക്കുലർ ആക്സിസ് എടുക്കാണ്, എക്സും വൈയും. അതിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ എക്സും ഐ വൈയും. ഓക്കെ, ഇവിടെ ഐ എക്സ്, ഇവിടെ ഐ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ എക്സ് സെഡ് എടുക്കുകയാണെങ്കിൽ അതിന് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ സെഡ് എന്തായിരിക്കും എന്ന് പറയുന്നത്? ഐ സെഡ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. ഫിഗർ ക്ലിയർ ആണോ? 3 ആക്സ് പെർപെൻഡിക്കുലർ, രണ്ടെണ്ണം അതിന്റെ പ്ലെയിനിൽ എക്സും വൈ, മൂന്നാമത്തെ അതിന് പെർപെൻഡിക്കുലർ. ഫിഗർ വരച്ചാൽ കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, അപ്പോൾ ഇതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഐ സെഡ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. എങ്ങനെ പറയാ? മൊമെന്റ് ഓഫ് ഇനേഷ്യ about an axis perpendicular to its plane, അല്ലെങ്കിൽ moment of inertia of a plane lamina about an axis perpendicular to its plane is equal to sum of moments of inertia about a two mutually perpendicular axes in its plane. അതിന്റെ തന്നെ പ്ലെയിനിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് ആയിട്ടുള്ള രണ്ട് ആക്സിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ സം ആയിരിക്കും അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് അതിലൂടെ കടന്നു പോകുന്ന ആക്സിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ സെഡ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. ഇതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അത് വെച്ചുകൊണ്ട് നമുക്കൊരു സർക്കുലർ ഡിസ്കിന്റെ അല്ലേ reduce the moment of inertia of circular disk about an axis passing through diameter കണ്ടുപിടിക്കണം. അപ്പൊ ഈ തിയറാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഒരു സർക്കുലർ ഡിസ്ക് എടുക്കാം. ഈ സർക്കുലർ ഡിസ്കില് സെന്ററിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് അറിയാം ഐ സി എം ആണ്. അതെത്രയാ? mr²/2 ആണ്. നമ്മൾ ഫസ്റ്റ് എഴുതി വെച്ചു. ഓക്കെ, നമ്മൾ ഡയമീറ്റർ എടുക്കണം. രണ്ട് ഡയമീറ്റർ വരക്കാൻ പോവാണ്. ഒരു ഡയമീറ്റർ എക്സ് ആക്സും ഒരു ഡയമീറ്റർ വൈ ആക്സും. ഒരു ഡിസ്കിന്റെ എല്ലാ ഡയമീറ്ററും സിമ്മട്രിക് ആണ്. അപ്പം മൊമെന്റ് ഓഫ് ഇനേഷ്യ ഏത് ഡയമീറ്റർ എടുത്താലും സെയിം ആയിരിക്കും. എന്നിട്ട് ഇതിന്റെ പെർപെൻഡിക്കുലർ ആക്സിസ് നമ്മളിങ്ങനെ വരച്ചിരിക്കുകയാണ്. പെർപെൻഡിക്കുലർ ആക്സിസ് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് അത് സെഡ് ആക്സ് ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഇല്ല ഐ സെഡ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. ഈ ഐ എക്സ് എന്ന് പറയുന്നത് ഇതൊരു ഡയമീറ്റർ ആണ്. അപ്പൊ ഇവിടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ ഡി ആണ്. ഐ വൈയും അത് ഡയമീറ്റർ ആണ്. അപ്പൊ ഇതിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ ഡി ആണ്. ഈ ഇത് പെർപെൻഡിക്കുലർ ആക്സിസ് ആണ്. അത് ഐ എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഐ ഈക്വൽ ടു ഐ ഡി പ്ലസ് ഐ ഡി എന്ന് എഴുതാം. അക്കോർഡിംഗ് ടു പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഐ ഈക്വൽ ടു ഐ ഡി പ്ലസ് ഐ ഡി, ദാറ്റ് ഈസ് 2 ഐ ഡി. I is equal to
ടു ഐ ഡി എന്ന് പറഞ്ഞാൽ ഐ ഡി ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൽ ഐ ഡി ഈക്വൽ ടു 2 ഇങ്ങോട്ട് എടുക്കുമ്പോൾ I/2 ഐ എത്രയാ mr²/2 ആണ്. ദാറ്റ് ഈസ് mr²/2 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ mr²/4. ഓക്കെ, അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഡിസ്ക് അബൌട്ട് ഡയമീറ്റർ mr²/4 ആയിരിക്കും. ടാൻജന്റ് ആണെങ്കിൽ നമ്മൾ ഏത് തിയറം യൂസ് ചെയ്യാം? പാരലാക്സ് തിയറം യൂസ് ചെയ്യാം. നെക്സ്റ്റ്, classical dancers bring their hands close to their body to rotate faster. Name the principle employed by them. എന്താ പ്രിൻസിപ്പിൾ? നമ്മൾ നേരത്തെ പറഞ്ഞു, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറക്കുകയാണ്, കൈയും കാലൊക്കെ സ്ട്രെച്ച് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തിട്ട്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയുമ്പോൾ എന്ത് കൂടും? സ്പീഡ് കൂടും. A wheel rolls along a straight line. A wheel rolls along a straight line. Derive an expression for its rotational total kinetic energy. റോളിംഗ് മോഷന്റെ കൈനറ്റിക് എനർജി ആണ് അല്ലേ? വീൽ റോൾ ചെയ്യാണ്. റോളിംഗ് മോഷനിലെ കൈനറ്റിക് എനർജി നമ്മൾ ഡിറൈവ് ചെയ്താണ്. നമുക്ക് എഴുതാം, ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സസ്. എഴുതാം, റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ടോർക്ക്. നമുക്ക് ഇത് കൂടി ഡിറൈവ് ചെയ്യാം. കൈനറ്റിക് എനർജി ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിച്ചതാണ്, ഒന്നുകൂടി പറയാം. ഒരു റോളിംഗ് മോഷന്റെ കൈനറ്റിക് എനർജിക്ക് 2 പാർട്ട് ഉണ്ട്. ഏതൊക്കെയാ? റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഹാഫ് mvcm². സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി ആണ് ട്രാൻസ്ലേഷൻ വെലോസിറ്റി. പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഹാഫ് I⍵². ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മതി, ഈക്വൽ ടു ഹാഫ് mvcm² പ്ലസ് ഹാഫ് I എന്താ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ mk² ഇൻറ്റു ഒമേഗ എന്താ? v ഈക്വൽ ടു r⍵, അല്ലേ? അപ്പോൾ ഒമേഗ ഈക്വൽ ടു v/r ആണ്. v നമുക്ക് vcm എടുക്കാം, സെന്റർ ഓഫ് മാസിന്റെ. അപ്പൊ vcm/r². ഓക്കെ, അപ്പൊ ടോട്ടൽ കൈനറ്റിക് എനർജി ഹാഫ് mvcm². ഹാഫ് mvcm² ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കും. ഇനി ബ്രാക്കറ്റിൽ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 1 പ്ലസ് ഇവിടെ നിന്ന് അത്രയും ബാക്കി എടുത്തു. ഹാഫ് എമ്മും vcm² എടുത്തു. ബാക്കി ഇവിടെ k² താഴെ r² ഉണ്ട്. k²/r². ഓക്കെ, അപ്പൊ ഇതാണ് റോളിംഗ് മോഷന്റെ കൈനറ്റിക് എനർജി. ഹാഫ് mvcm² ഇൻറ്റു 1 പ്ലസ് k²/r². ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ച് നമ്മൾ കുറേ ക്വസ്റ്റ്യൻ നേരത്തെ ഒക്കെ പറഞ്ഞു. ഓക്കെ, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വരികയാണെങ്കിൽ നമ്മൾ ഈ എനർജി എന്തിന് ഇക്വേറ്റ് ചെയ്യാം? mgh ഇക്വേറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ വെലോസിറ്റി ഒക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, ഡിഫറെന്റ് ബോഡി അവിടുന്ന് താഴെ കുരുണ്ട് വരികയാണെങ്കിലോ അതിന്റെ ഡിഫറെന്റിന്റെ വെലോസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. കാരണം എന്താ? ഈ k മാറിക്കൊണ്ടിരിക്കും. ബാക്കിയെല്ലാം സെയിം ആണ്. റേഡിയസ് ഓഫ് ഗൈറേഷൻ k മാറിക്കൊണ്ടിരിക്കും. I ഈക്വൽ ടു mk². നമ്മൾ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുമായിട്ട് കമ്പയർ ചെയ്താൽ k² കിട്ടും. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നെക്സ്റ്റ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ about a diameter of a ring is diameter mr²/2. Okay, mr²/2 ആണ് about diameter. Name the theorem that helps to find the moment of inertia about a tangent parallel to diameter. Diameter parallel ആയിട്ടുള്ള ഒരു ടാൻജന്റ് വരയ്ക്കാം. ഡയമീറ്റർ I. ഇതിന് പാരലൽ ആയിട്ടുള്ള ടാൻജന്റ് വരയ്ക്കാണ് AB. മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് AB കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന തിയറം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ? പാരലൽ ആയിട്ടുള്ള തിയറം ഏതാ? പാരലൽ ആക്സിസ് തിയറം. Draw diagram and find the moment of inertia about a tangent parallel to diameter. ഇത് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാം? IAB equal to ID plus MA². ID എന്ന് പറയുന്നത് mr²/2
റിങ്ങിന്റെ ഡയമീറ്ററിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ പ്ലസ് എം എ എന്ന് പറയുന്ന ആറാണ് എം ആർ സ്ക്വയർ. ഇത് ആഡ് ചെയ്യുക. എം ആർ സ്ക്വയർ ബൈ 2 പ്ലസ് എം ആർ സ്ക്വയർ ഹാഫ് പ്ലസ് 1 എത്ര 3/2 എം ആർ സ്ക്വയർ കിട്ടും. അബൌട്ട് ടാൻജന്റ് മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ടാൻജന്റ്. അടുത്ത ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാ മൊമെന്റ് ഓഫ് ഇനേഷ്യ. മാസിന് അനലോഗ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. Okay, the rotational analog of force is moment of force, also called torque. The turning effect of force is maximum when the angle between R and F. Of force is maximum when the angle between R and F is tau is equal to RF sin theta ആണ്. അപ്പോൾ തീറ്റ മാക്സിമം വരുമ്പോൾ ടോർക്ക് മാക്സിമം വരും. തീറ്റ മാക്സിമം 90 അല്ല, തീറ്റ 90 വരുമ്പോൾ ടോ ഇസ് ഈക്വൽ ടു RF മാക്സിമം ടോർക്ക് കിട്ടും. നമ്മളെ വാതിലിന്റെ ഹാൻഡിലൊക്കെ നമ്മൾ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് തള്ളുക. അപ്പോഴാണ് പെട്ടെന്ന് തുറക്കുക. കൊടുക്കുന്ന ഫോഴ്സ് സെയിം ആണല്ലോ. അതായത് ഫോഴ്സ് ട്രാൻസ്ലേഷൻ മോഷനിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന പോലെയുള്ള ടോർക്ക് നമ്മൾ റൊട്ടേഷനിൽ അപ്ലൈ ചെയ്യുന്നത് എവിടെ എങ്ങനെ കൊടുക്കുന്നു എന്നനുസരിച്ചിരിക്കും. എവിടെ കൊടുക്കുന്നു ആറിനെ ഡിപ്പെൻഡ് ചെയ്യും, എങ്ങനെ കൊടുക്കുന്നു തീറ്റനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, a wave starting from rest acquires an angular velocity 10 radian per second in 2 seconds. ഓക്കെ, അതായത് ഒമേഗ എന്ന് പറയുന്നത് 10 റേഡിയൻ പെർ സെക്കൻഡ് ടി 2 സെക്കൻഡ്. The moment of inertia of the wheel, moment of inertia I എന്ന് പറയുന്നത് 0.4 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. കാൽക്കുലേറ്റ് ദ ടോർക്ക്. ടോർക്ക് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. ടോർക്കിന്റെ ഇക്വേഷൻ എന്താ? ടോർക്ക് ഇസ് ഈക്വൽ ടു ഐ ആൽഫ ആണ്. ഏതുപോലെ എഫ് ഈക്വൽ ടു നമ്മൾ എം എന്ന് എഴുതാം. എമ്മിന്റെ സ്ഥാനത്ത് ഐ, എയുടെ സ്ഥാനത്ത് ആൽഫ. അപ്പോൾ ടോർക്ക് ഈക്വൽ ടു ഐ ആൽഫയാണ്. ഐ ഇൻറ്റു ആൽഫ എന്ന് പറഞ്ഞാല് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി ആണ്. അതായത് ഒമേഗ മൈനസ് ഒമേഗ 0/t. ഇതാണ് ആൽഫ. ഒമേഗ 0 ഇവിടെ 0 ആണ്. ഐ തന്നിട്ടുണ്ട് എത്രയാ? 0.04 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ഒമേഗ 10 ആണ്. ഒമേഗ 0 ഓക്കെ, ഒരു വെലോസിറ്റി തന്നിരിക്കുന്നത് ബൈ ടി 2 ആണ് എന്ന് പറഞ്ഞാൽ 10/2 5 ഇൻറ്റു ഇത് ചെയ്യാം. ഓക്കെ, അപ്പൊ എത്രയും എന്താണ് ടോർക്കാണ് ന്യൂട്ടൺ. The possibility of falling backward with the ladder is more when you are high up on the ladder than when you just begin to climb. നമ്മളൊരു ലാഡറിന്റെ മേലേക്ക് കയറുമ്പോൾ മുകളിലെത്തുന്തോറും നമുക്ക് താഴേക്ക് മറിഞ്ഞു വീഴാനുള്ള ചാൻസ് കൂടുതലാണ് അല്ല. കയറുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് വീഴില്ലെന്ന് ഉറപ്പാണ്. പക്ഷെ അതിൻ്റെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്താ കാരണം? നമ്മുടെ ഒരു വെയിറ്റ് അവിടെ ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത് താഴെ നിന്ന് മേലെ വരെ സെയിം ആണ്. പക്ഷേ അത് മുകളിലേക്ക് പോകുന്തോറും നമ്മുടെ ആ ലാഡർ ഉറപ്പിച്ചിരിച്ചിരിക്കുന്ന ഭാഗമാണ് അതിൻ്റെ ഹിഞ്ചസ് എന്ന് പറയാൻ പറ്റും. അതിൻ്റെ റൊട്ടേഷനിലെ നമ്മുടെ ആക്സിസ് എന്ന് പറയുന്നത് താഴെയാണ്. അപ്പോൾ ആക്സിസ് എന്നുള്ള ദൂരം കൂടുതലും ആറ് കൂടും. നമുക്ക് ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താ? ടോർക്ക് ഈക്വൽ ടു RF sin θ ആണ്. RF sin θ. ഇവിടെ ഈ 6 കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? ടോർക്ക് കൂടും. 6 കൂടാണ്. അപ്പോൾ ലാഡറിന്റെ മേലെത്തുമ്പോൾ 6 കൂടുതലാണ്. ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ആക്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് വീഴേണ്ടത്. അപ്പോൾ ദൂരം 6 കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? ടോർക്ക് കൂടും. സെയിം ആളാണ്, വെയിറ്റ് സെയിം ആണ്, ഫോഴ്സ് സെയിം ആണ്. പക്ഷെ 6 ഡിഫറെൻ്റ് ആയതുകൊണ്ട് അത് ഡിഫറെൻ്റ് ടോർക്ക് ആയിരിക്കും. മുകളിലെത്തുമ്പോൾ ടോർക്ക് കൂടിയത് കൊണ്ട് പെട്ടെന്ന് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത സ്റ്റേറ്റ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറഞ്ഞു. ഓക്കെ, യൂസ് ദിസ് തിയറം ടു ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ഡയമീറ്റർ. ഒരു റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ഡയമീറ്റർ കാണാം. അപ്പോൾ റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ഡയമീറ്റർ ഏത് ഡയമീറ്റർ എടുത്താലും സിമെട്രിക് ആണ്. 2 ഡയമീറ്റർ നമ്മൾ എടുത്തു. ഇനി പെർപെൻഡിക്കുലർ ആക്സിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് ഐ അറിയാം. റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ mr² ആണ്. അപ്പോൾ അക്കോർഡിംഗ് ടു പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം IZ ഈക്വൽ ടു IX പ്ലസ് IY. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എന്ന് പറഞ്ഞാൽ
I equal to ID plus ID. Okay. IX ഉം IY ഉം രണ്ട് ഡയമീറ്റർ ആണ്, പെർപെൻഡിക്കുലർ ആണ്. That is 2ID. അപ്പോൾ ID എന്ത് കിട്ടും? ID equal to I/2. ID equal to I/2. I എത്രയാ? mr². അപ്പോൾ mr²/2 കിട്ടും. mr²/2. Okay. mr². Derive the mathematical relation between angular momentum and torque. നമ്മൾ കുറേ പ്രാവശ്യം ചെയ്തതാണ്. State the law of conservation of angular momentum. അത് നമ്മൾ നേരത്തെ കുറേ പറഞ്ഞതാണ്. A solid sphere is rotating about a diameter at an angular velocity omega. If it cools so that the radius reduces to 1/nth of its original value, its angular velocity becomes എന്താകും? റേഡിയസ് എന്ത് ചെയ്യുക? 1/nth ആയിട്ട് കുറയാണ്. സോളിഡ് സ്പിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ I എന്ന് പറയുന്നത് 2/5 mr² ആണ്. ഡയമീറ്റർ എന്ത് ചെയ്യാം? റൊട്ടേറ്റ് ചെയ്യാണ്. ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണ്. ഓക്കെ. അതിന്റെ റേഡിയസ് r എന്തായിട്ട് കുറയാ? n ടൈംസ് കുറയാണ്. r/n ആയിട്ട് കുറയാണ്. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താകും? 2/5 m r/n ഹോൾ സ്ക്വയർ ഉണ്ടാവും. r/n ഉണ്ടാവും. ദാറ്റ് ഈസ് 2/5 m square m r² by n square ടൈം ആയിട്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ പറഞ്ഞു അല്ലേ? അപ്പൊ ആംഗുലാർ വെലോസിറ്റി എന്താകും? n² ടൈംസ് ആംഗുലാർ വെലോസിറ്റി കൂടും. മൊമെന്റ് ഓഫ് ഇനേഷ്യ n² ടൈംസ് കുറയാണ് ചെയ്യുക. L is equal to I omega constant ആണ്. L is equal to I omega constant ആകണം. നമുക്ക് I മൊമെന്റ് ഓഫ് ഇനേഷ്യ n² ടൈംസ് കുറയുമ്പോൾ ഒമേഗ n² ടൈംസ് എന്ത് ചെയ്യണം? കൂടണം. ഓക്കെ. അടുത്ത moment of inertia is the rotational analog of mass in linear dynamics. Write the equation of the moment of inertia of a disk about an axis passing through its center and perpendicular to its plane. In the equation, disk in the moment of inertia center le mr²/2. State the parallel axis theorem. നേരത്തെ പറഞ്ഞതാണ്. A coin is rolling on a plane surface. What is the fraction of its total kinetic energy to rotational? Total kinetic energy and rotational kinetic energy എന്നുള്ള പിന്നെ റേഷ്യോ ആണ്. കോയിൻ എന്ന് പറഞ്ഞാൽ ഒരു കോയിൻ എന്ന് പറഞ്ഞാൽ ഡിസ്കാണ്. ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താ? ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ I is equal to m r². ഡിസ്ക് ഇങ്ങനെ കറങ്ങി പോകുമ്പോൾ എന്താ? അബൌട്ട് ഡയമീറ്റർ ആണ്. mr²/4 അല്ലേ? mr²/4. A coin is rolling on a plane surface. റോൾ ചെയ്ത് പോവാണ്. അപ്പോൾ ഡയമീറ്റർ ആണ് mr²/4. What is the fraction of its total kinetic energy to rotational kinetic energy? ഇതിന്റെ ടോട്ടൽ കൈനറ്റിക് എനർജി എത്രയാ? ടോട്ടൽ കൈനറ്റിക് എനർജി half mv² into half mvcm² into 1 plus k²/r². അല്ല, അതിൽ k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. k²/r² അങ്ങനെ തന്നെ നിൽക്കട്ടെ. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി half I omega² അല്ല, half I omega² എന്ന് പറഞ്ഞാൽ half m k² omega² vcm²/r². ഓക്കെ. അപ്പൊ ഇതിന്റെ റേഷ്യോ ഒന്ന് കണ്ടുപിടിച്ചിട്ട് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം. നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ. അതിൽ അവസാനം എന്ത് ചെയ്യാം? കേക്ക് നിങ്ങൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ I is equal to m k² എന്ന് എഴുതിയിട്ട് ആ റേഡിയസ് ഓഫ് ഗൈറേഷന്റെ സ്ക്വയർ k² അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും കൂടി ചെയ്യണം കേട്ടോ. നെക്സ്റ്റ്, moment of inertia of a ring about an axis passing through the center is mr².
The moment of inertia about a diameter can be found using the perpendicular axis theorem. Okay. State the perpendicular axis theorem. അറിയാലോ. Obtain the expression for the moment of inertia of a ring about a diameter. Okay. Moment of inertia about a diameter കണ്ടുപിടിക്കാൻ ഇപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തതാണ്. Perpendicular axis theorem വെച്ചിട്ട് ID plus ID എന്ന് കൊടുക്കുക. I equal to ID plus ID, that is 2ID. ID equal to I by 2 ചെയ്യാം. mr square by 2 കിട്ടും. അടുത്ത moment of inertia is the analog of mass in rotational motion ആണല്ലോ. moment of inertia എന്ന് പറയുന്നത് മാസിന് അനലോഗ് ആയിട്ടുള്ള റൊട്ടേഷനുള്ള ക്വാണ്ടിറ്റി ആണ്. ബട്ട് അൺലൈക്ക് മാസ് ഇറ്റ് ഈസ് നോട്ട് എ ഫിക്സഡ് ക്വാണ്ടിറ്റി. ശരിയല്ല, മാസ് ഫിക്സഡ് ആണ് അല്ലെ, ഒരു ബോഡിയുടെ കണ്ടന്റ് ആണ് മാസ്. അതേസമയം മൊമെന്റ് ഓഫ് ഇനേഷ്യ ഫിക്സഡ് അല്ല. എന്താ കാരണം? മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ ഇക്വേഷൻ നമ്മൾ എഴുതുക I is equal to mr സ്ക്വയർ എന്നാണ്. ഈ r എന്ന് പറയുന്നത് അത് ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ഒരു ബോഡി തന്നെ പല ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. ഒരു വസ്തുവിന് തന്നെ ഒരു മാസേ ഉള്ളൂ, പക്ഷെ ഒരുപാട് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ടായിരിക്കും, ഒരുപാട്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. Moment of inertia can be regarded as a measure of rotational inertia. Why? Moment of inertia rotational inertia ആയിട്ട് നമുക്ക് എടുക്കാം. റൊട്ടേഷണൽ ഇനേഷ്യയുടെ മറ്റൊരു പേരാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിക്ക് സ്വന്തമായിട്ട് അതിന്റെ സ്റ്റേറ്റ് മാറ്റാൻ പറ്റാത്ത അവസ്ഥയാണെന്ത്? അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് റൊട്ടേഷണൽ ഇനേഷ്യ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഡെഫിനിഷൻ എന്താണ് പറഞ്ഞത്? മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുതലാണെങ്കിൽ അതെന്തായിരിക്കും? റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാനുള്ള സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള കഴിവ് കുറവായിരിക്കും. Write any two factors on which moment of inertia of a rigid body depends. Moment of inertia ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതെങ്കിലും രണ്ട് ഫാക്ടർ പറയാൻ. മാസ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് എന്നുള്ള ആ മാസ് ഡിസ്ട്രിബ്യൂഷനെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിപ്പെൻഡ് ചെയ്യാം. രണ്ടാമത്തെ ഷേപ്പ് ഓഫ് ദ ബോഡി, സൈസ് ഓഫ് ദ ബോഡി എന്നിട്ട് ഡിപ്പെൻഡ് ചെയ്യാം. ഓക്കെ, ഓരോ ബോഡി ഒരേ മാസമുള്ള ബോഡി ഡിഫറെന്റ് ഷേപ്പിൽ അല്ലെങ്കിൽ സൈസിൽ വരികയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഇത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ചേഞ്ച് ചെയ്യാം. അടുത്തത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ടു റൊട്ടേറ്റിംഗ് ബോഡി എ ആൻഡ് ബി, IA ആൻഡ് IB. അവിടെ തന്നിരിക്കുകയാണ് IA ഗ്രേറ്റർ ദാൻ IB, IA കൂടുതലാണ്. ആൻഡ് ദർ ആംഗുലാർ മൊമെന്റം ഈക്വൽ, ആംഗുലാർ മൊമെന്റം L ഈക്വൽ ആണ്. L1 ഈക്വൽ ടു L1 അല്ലെങ്കിൽ LA ഈക്വൽ ടു LB ആണ്, ഈക്വൽ ആണ്. വിച്ച് വൺ ഹാസ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി? അവിടെ നമ്മൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു L സ്ക്വയർ ബൈ 2I ആണ്. ഏതുപോലെ ട്രാൻസ്ലേഷനിലെ കൈനറ്റിക് എനർജി P സ്ക്വയർ ബൈ 2M എന്ന് എഴുതാം, P സ്ക്വയർ ബൈ 2M. അതേപോലെ റൊട്ടേഷനിലെ കൈനറ്റിക് എനർജി L സ്ക്വയർ ബൈ 2I ആണ്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യക്ക് ഇൻവേഴ്സ്ലി ആണ് കൈനറ്റിക് എനർജി, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറഞ്ഞ ആളാണ് ഇവിടെ B ആണ്, അതിന് കൈനറ്റിക് എനർജി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ആൻസർ ഏതാണ്? B ആണ്. ഓക്കെ, വിച്ച് വൺ ഹാസ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി? ആൻസർ B. എന്താ കാരണം? ഈ ഇക്വേഷൻ വെച്ചിട്ട് പറയാം, കൈനറ്റിക് എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ Bക്ക് കുറവായതുകൊണ്ട് അതിന്റെ കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A thin circular ring is rotating about an axis. Okay, ring ആണ്. State the theorem which helps to find the moment of inertia about its diameter. ഒരു റിങ്ങിന്റെ ഡയമീറ്ററിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ലോ ഏതാണ്? ഡയമീറ്ററിൽ എപ്പോഴും ഏത് ലോ ആയിരുന്നു? യെസ്, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. IZ ഈക്വൽ ടു IX പ്ലസ് IY. IXും IYയും രണ്ട് ഡയമീറ്റർ എടുക്കുന്നു, അപ്പോൾ ID പ്ലസ് ID 2ID കിട്ടുന്നു.
എക്സ് ഐ സെഡ് നമ്മൾ സെൻട്രലോടുള്ള ആക്സിസ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഐ ഈക്വൽ ടു 2ID, ID ഈക്വൽ ടു I/2, റിംഗ് ആണെങ്കിൽ mr²/2 എന്ന് നമ്മൾ കിട്ടും ഡയമീറ്ററിൽ. യൂസിങ് ദിസ് തിയറം ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ റിംഗ് അബൌട്ട് ഡയമീറ്റർ. നമ്മൾ കുറേ ചെയ്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല, ഇപ്പോൾ പറഞ്ഞു. നെക്സ്റ്റ്, എ റിംഗ് റോൾസ് ഡൗൺ ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ വിത്തൗട്ട് സ്ലിപ്പിംഗ്. ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഇങ്ങനെ വരിക, റിംഗ് താഴേക്ക് വരിക. ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദ റിംഗ് വെൻ ഇറ്റ് റീച്ചസ് ദ ഗ്രൗണ്ട്. താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി എന്താണ്? നമ്മൾ നേരത്തെ സ്പിയർ ചെയ്തു സോളിഡിന്. അപ്പൊ അതേപോലെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ചെയ്താ കൈനറ്റിക് എനർജി ഈക്വൽ ടു ½ mv² × 1 + k²/r² ആണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷന് എന്തിന് ഇക്വേറ്റ് ചെയ്യാം? mgh. മുകളിൽ റോൾ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് h ഹൈറ്റിലാണെങ്കിൽ ഇവിടെ നിൽക്കുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി mgh ആയിരിക്കും. താഴെ എത്തുമ്പോഴുള്ള കൈനറ്റിക് എനർജി അതായത് mgh ഈക്വൽ ടു ½ mv² × 1 + k²/r² എന്ന് എഴുതാം. ഓക്കെ, അവിടെ നമുക്ക് വെലോസിറ്റി എഴുതണം. m കട്ടായി പോകും, gh കിട്ടും, v² എഴുതുക. എന്താ v² കിട്ടുക? v² ഈക്വൽ ടു 2gh ഡിവൈഡഡ് ബൈ 1 + k²/r². ഓക്കെ, ഈക്വൽ ടു എന്താ വരിക? മൊമെന്റ് ഓഫ് ഇനേഷ്യ I is equal to mk² ആണ്. നമ്മുടെ റിംഗിന്റെ കേസിൽ അത് mr² ആണ്. അപ്പൊ നമുക്ക് r² k² എന്ത് കിട്ടും? k² ഈക്വൽ ടു r² എന്ന് കിട്ടും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഈക്വൽ ടു 2gh / 1 + k²/r². kx² ഈക്വൽ ടു r² ആണല്ലോ. അതുകൊണ്ട് ഇത് 1 വരുമ്പോൾ 1 + 1 2 വരും. 2 ക്യാൻസൽ ആയിപ്പോ ഈക്വൽ ടു gh വരും. ഓക്കെ, v² ഈക്വൽ ടു gh. അപ്പൊ v എന്തായിരിക്കും? √gh ആയിരിക്കും. v is equal to √gh എന്ന് കിട്ടും. ഓക്കെ, അതായിരിക്കും വെലോസിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ. In an experiment with a bicycle ring, keeping the ring in the vertical position with both the strings in one hand, put the wheel in fast rotation. When the string B is released, the ring keeps rotating in a vertical plane and the plane of rotation turns around the string A. Okay, figure കണ്ടിട്ടുണ്ട്. നോക്കാം. മെൻഷൻ ദ ലോ ദാറ്റ് എക്സ്പ്ലെയിൻ ദ എബോവ് റിസൾട്ട്. ഏതാ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ക്വസ്റ്റ്യൻ കുറേ ഉണ്ടെങ്കിലും ആൻസർ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ പറയാം. എക്സ്പ്ലെയിൻ ദ പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഷോൺ ഇൻ ഫിഗർ ഓൺ ദ ബേസിസ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. നമ്മൾ കുറേ പഠിച്ചതാണ്. അപ്പോൾ അത് വെച്ചിട്ട് പറയാം കേട്ടോ. ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ കണ്ടതാണ്. പറയാം. How will you distinguish a hard-boiled egg and a raw egg by spinning each on a tabletop? നമ്മുടെ കയ്യിലേക്ക് 2 എഗ്ഗ് തന്നിരിക്കുകയാണ്. ഒരു റോ എഗ്ഗും ഒരു ബോയിൽഡ് എഗ്ഗും. അത് സ്പിൻ ചെയ്തിട്ട് തിരിച്ചറിയാം. ഒരേ ടോർക്ക് കൊടുത്തിട്ട് രണ്ടിനെയും സ്പിൻ ചെയ്യാം. ഒന്ന് പെട്ടെന്ന് നിൽക്കും, ഒന്ന് കുറച്ചുകൂടി കറങ്ങിക്കൊണ്ടിരിക്കും. ഏതാ പെട്ടെന്ന് നിൽക്കുക? മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടിയ ആൾ പെട്ടെന്ന് നിൽക്കും. കാരണം എന്താ? L is equal to I ഒമേഗയാണ്. I കൂടിയ ആൾക്ക് ഒമേഗ കുറവായിരിക്കും. അപ്പൊ 2 സ്പിൻ ചെയ്തിട്ട് പെട്ടെന്ന് നിൽക്കുന്നത് റോ എഗ് ആയിരിക്കും. കാരണം നമ്മൾ സ്പിയർ പഠിച്ചിട്ടുണ്ട്. ഹോളോ സ്പിയറിന് മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുതലാണ്, 2/3 mr². സോളിഡ് സ്പിയറിന് കുറവാണ്, 2/5 mr². അതുപോലെയാണ് റോ എഗ്ഗും ബോയിൽഡ് എഗ്ഗും. ബോയിൽഡ് എഗ്ഗ് ഒരു സോളിഡ് സ്പിയർ പോലെയാണ്, അതിന് മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറവായിരിക്കും. റോ എഗ്ഗിന് മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുതലാണ്. കാരണം എന്താ? അതിന്റെ മാസൊക്കെ സൈഡിലേക്ക് പോകും, കറക്കുന്ന സമയത്ത് സൈഡിലേക്ക് പോകും. അപ്പോൾ മാസ് ഡിസ്ട്രിബ്യൂഷൻ ചേഞ്ച് ചെയ്തതുകൊണ്ട് അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടും. മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടിക്കഴിഞ്ഞാൽ ഒമേഗ കുറയും. അപ്പൊ റോ എഗ് പെട്ടെന്ന് നിൽക്കും, ബോയിൽഡ് എഗ് കുറച്ചുകൂടി കറങ്ങും. അങ്ങനെയാണ് തിരിച്ചറിയുന്നത്. ഓക്കെ, എ സോളിഡ് സിലിണ്ടർ ഓഫ് മാസ് 220 കിലോഗ്രാം rotate about an axis with an angular speed of 100 radian/second. The radius of the cylinder 0.25 meter. What is the magnitude of angular momentum
ഓഫ് ദ സിലിണ്ടർ. ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ ഒക്കെ നമുക്കറിയാം. എന്താ? L is equal to I ഒമേഗയാണ്. നമ്മളിവിടെ I എഴുതുക, ഒമേഗ തന്നിട്ടുണ്ട്. I എന്താണ്? സോളിഡ് സിലിണ്ടർ. സോളിഡ് സിലിണ്ടർ ആകുമ്പോൾ സോളിഡ് സിലിണ്ടർ ആണ് ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓർത്താൽ മതി. mr²/2 ആണ്. അപ്പൊ mr²/2 ഇൻറ്റു ഒമേഗ. എം തന്നിട്ടുണ്ട് 20, R തന്നിട്ടുണ്ട് 0.25, അതിന്റെ സ്ക്വയർ എഴുതുക /2, ഒമേഗ തന്നിട്ടുണ്ട് 100 റേഡിയൻ പെർ സെക്കൻഡ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഓക്കെ. A solid sphere of mass m and radius r starts from rest and roll down an inclined plane as shown in figure. Write an expression for the moment of inertia of the sphere about axis passing through the center. Passing through the center എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആണ്, സ്പിയർ ആണല്ലോ. സോളിഡ് സ്പിയർ ആവുമ്പോൾ എന്താണ്? I is equal to 2/5 mr². Repeat the question. Why moment of inertia also called rotational inertia? റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിയിലെ ഇനേഷ്യ ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് റൊട്ടേഷൻ ഇനേഷ്യ. ഫൈൻഡ് ദ വെലോസിറ്റി വെൻ ഇറ്റ് റീച്ചസ് ദ ഗ്രൗണ്ട്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്തതാണിത്, അതുപോലെ റിങ്ങിന്റെ ഇപ്പോൾ ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് ഒന്നുകൂടി ചെയ്യാം. കൈനറ്റിക് എനർജി, ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് റോളിംഗ് മോഷൻ ഇക്വേഷൻ ചെയ്തിട്ട് ഈക്വൽ ടു mgh ഇക്വേറ്റ് ചെയ്യുക. അവിടുന്ന് വിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. Rotational inertia is the tendency of a rotating body to resist any change in its state of the rotational motion. What do you mean by radius of gyration of a rolling body? എന്താ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ I is equal to mk² എന്ന് എഴുതാം. ഓക്കെ, mr² equal to നമ്മൾ ഇത് mr² ആണ്. mr² equal to mk² എന്നാണ് ജനറൽ ആയിട്ട് എഴുതുക. എപ്പോഴും mr² അല്ല മൊമെന്റ് ഓഫ് ഇനേഷ്യ, mk² ആണ്. ആ കെനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അതൊരു ഡിസ്റ്റൻസ് ആണ്, ആക്ച്വലി ഒരു മീൻ ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിലെ ടോട്ടൽ മാസ് കൊണ്ട് ഗുണിച്ചാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടും. അപ്പോൾ ഈ മാസ് ഇൻറ്റു റേഡിയസ് ഓഫ് ഗൈറേഷന്റെ സ്ക്വയർ ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ നമ്മൾ അങ്ങനെ ഡിഫൈൻ ചെയ്യാം. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഇസ് എ ഡിസ്റ്റൻസ് whose square multiplied by the whole mass of the body gives the moment of inertia of the body. Okay. Show that the disk has the moment of inertia I is equal to mr²/2. Show that the disk has the moment of inertia I is equal to mr²/2 about axis perpendicular to the disk at its center. ഇത് നമ്മള് ഡെറിവേഷൻ ചെയ്തതാണ് നോട്ടില്. അപ്പോൾ അത് നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ, mr²/2 കാണുന്നത് കുറച്ച് സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. നമ്മളൊന്ന് ആദ്യം എന്ത് ചെയ്യുക, ആ ഡിസ്കിനെ കുറേ കോൺസ്റ്റന്റ് റിംഗ് ആക്കി എടുക്കുക. അതിലൊരു റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ കണ്ടുപിടിക്കുക. ആ റിങ്ങിന് തിക്നെസ് dx കൊടുത്തിട്ട് അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാം. ഓക്കെ, എന്നിട്ട് അതിനെന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 to r വരെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടും mr²/2. അടുത്ത the figure shows two different spinning poses of a ballet dancer. In which spinning poses does the ballet dancer have the lesser angular velocity? ആർക്കായിരിക്കും angular velocity കുറവ്? ആർക്കായിരിക്കും? ഫിഗർ അല്ലേ? കാരണം L is equal to I ഒമേഗയാണ്. I ഇവിടെ കൂടുതലാണ്, ഇവിടെ I കൂടുതലാണ്. അപ്പോൾ ഒമേഗ എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അതേസമയം ഫോൾഡ് ചെയ്താലോ മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയും. അപ്പോൾ സ്പീഡ് കൂടുതലായിരിക്കും. അടുത്ത moment of inertia plays the same role in rotational motion as the mass in linear motion. The moment of inertia of a body changes when the axis of rotation changes. State the parallax theorem on moment of inertia. Parallax theorem para. Okay. Write the relation between moment of inertia and angular momentum. Moment of inertia and angular momentum is equal to I. If the moment of inertia of a disk about an axis passing through its center and perpendicular its plane is mr²/2,
ആണെങ്കിൽ ഡിറ്റർമിൻ ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ഡയമീറ്റർ ആൻഡ് അബൌട്ട് ടാൻജന്റ്. ഓക്കെ, ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. അബൌട്ട് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം, 2 ഡയമീറ്റർ എടുക്കുന്നു. ഏത് തിയറി യൂസ് ചെയ്താൽ മതി? ഓക്കെ, ഐ നമുക്കറിയാം, സെൻട്രലിലൂടെ ഐ എത്രയാ? mr²/2. ഇവിടെ നമ്മൾ ഏത് തിയറി യൂസ് ചെയ്യാം? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അക്കോർഡിംഗ് ടു പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഓക്കെ, ഡയമീറ്റർ ചോദിച്ചാൽ എപ്പോഴും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അപ്പോൾ അക്കോർഡിംഗ് ടു പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഐ ഈസ് ഈക്വൽ ടു id പ്ലസ് id ഈക്വൽ ടു 2id. ഓക്കെ, എന്ന് പറഞ്ഞാൽ id ഈക്വൽ ടു i/2. id ഈക്വൽ ടു i/2, i mr²/2. അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ mr²/4. ഇനി അബൌട്ട് ടാൻജന്റ് അല്ല, ഡയമീറ്ററിന് ടാൻജന്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആണോ? 2 ടാൻജന്റ് ചോദിക്കാം. ഏതാ? ഓക്കെ, ടാൻജന്റ് രണ്ടും പറഞ്ഞാൽ ഒന്ന് ഡയമീറ്ററിന് ടാൻജന്റ് ആയിട്ട്, ഇത് റേഡിയസ് ആയിരിക്കും. ഡയമീറ്ററിന് ടാൻജന്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡിസ്കിന്റെ പാരലൽ ആക്സിസ് തിയറം IAB ഈക്വൽ ടു ICM പ്ലസ് MA². പാരലൽ ആക്സിസ് തിയറം ICM IDM, ID പ്ലസ് MR². ID നമുക്ക് കിട്ടിയിരിക്കുന്നു mr²/4 പ്ലസ് mr². ആഡ് ചെയ്യാം, എന്താ കിട്ടുക? ഈക്വൽ ടു mr²/4 പ്ലസ് mr². അല്ല, ഇത് 4/4 എഴുതാം. 4 + 1 5. 5/4 mr². 5/4 mr². ഓക്കെ, രണ്ടാമത്തെ കേസ് പറയുന്നത് ഈ ടാൻജന്റ് നമുക്ക് ഇങ്ങനെ വരക്കാം. സെൻട്രൽ ആക്സിസിന് പാരലൽ ടാൻജന്റ് വരക്കാം. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാല് ഇവിടെ id അല്ല കൊടുക്കേണ്ടത്, ഇവിടെ എത്ര കൊടുക്കേണ്ടത്? mr²/2 കൊടുക്കുക. ബാക്കിയിട്ട് സെയിം. ഇവിടെ mr²/2 പ്ലസ് mr² ചെയ്താൽ 3/2 mr² കിട്ടും. ഓക്കെ, അപ്പൊ ടാൻജന്റ് മാത്രം പറഞ്ഞാൽ നമുക്ക് ഇത് ചെയ്താൽ മതി. ഏത് ടാൻജന്റ് ആണ് സ്പെസിഫൈ ചെയ്താൽ അതിനനുസരിച്ച് മാറ്റിക്കോളാം.